സ്നേഹത്തിൻ തിരുബലി പങ്കുചേരാ സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം. തിരിതെളിയും ബലിപീഠം അതിലുയരും പരിമളവും ഇതു സ്വീകാര്യമായൊരു സമയം. ഇതു സ്വർഗീയ സുന്ദര നിമിഷം. സ്നേഹത്തിൻ തിരുബലി പങ്കുചേരാ സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം. തിരിതെളിയും ബലിപീഠം അതിലുയരും പരിമളവും ഇതു സ്വർഗീയമായൊരു സമയം. ഇതു സ്വർഗീയ സുന്ദര നിമിഷം. നമ്മെ പൂർണ്ണമായി കർത്താവിന്റെ തിരുവൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലിയർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയുടെ വത്സല മക്കളെ, ദിവ്യരഹസ്യം തക്കതായ ഒരുക്കത്തോടുകൂടി കൊണ്ടാകുന്നതിനായി നമ്മുടെ ജീവിതത്തിൽ വാക്കാൽ പ്രവൃത്തിയാൽ ഉപേക്ഷയാൽ വന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്താപാർന്ന ഹൃദയത്തോടെ ഈ ബലി അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയും. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയേണമേ, കനിയേണമേ, കർത്താവേ കനിയേണമേ, 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 ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരോട് കരുണയായിരിക്കുകയും
അങ്ങേ കൃപയുടെ ദാനങ്ങൾ കാരുണ്യപൂർവ്വം ഞങ്ങളുടെ മേൽ വർത്തമാനമാക്കുകയും ചെയ്യണമേ. അങ്ങനെ പ്രത്യാശ, വിശ്വാസം, സ്നേഹം എന്നിവയാൽ തീഷ്ണതയുള്ളവരായി അങ്ങേ കൽപ്പനകളിൽ അവർ സദാ ജാഗരൂകരായി ഇവ കാത്തുപാലിക്കുമാറാകട്ടെ. അങ്ങയുടെ ഇവിടെ പരിശുദ്ധാത്മാവുമായുള്ള ഏകീകരണം ജീവിച്ചു വാഴുന്ന കർത്താവ് ഇങ്ങനെ ഉത്തന്നമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന ജെറമ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. എന്റെ മേച്ചിസ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുളിച്ചെയ്യുന്നു. നിങ്ങൾ എന്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങൾ അവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്ടകൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല. ഒന്നും കാണാതെ പോകുകയുമില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇതാ, ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവന്റെ നാളുകളിൽ യൂദ രക്ഷിക്കപ്പെടും, ഇസ്രയേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സങ്കീർത്തനം. തിരുനാഥ തവ നാമം വാഴ്ത്തിയിടും ഞാൻ. തിരുനാമസ്തുതി എൻ്റെ അധരം പാടും. തിരുനാഥ തവ നാമം വാഴ്ത്തിയിടും ഞാൻ. തിരുനാമസ്തുതി എൻ്റെ അധരം പാടും. ബലവാനം ദൈവം നിൻ അഭിമാനമെന്നും അതു കേൾക്കെ ബലഹീനർ ആനന്ദിക്കും. വരുന്നമ്മളൊന്നായി തൻ നാമം വാഴ്ത്താം. തിരുനാഥ തവ നാമം വാഴ്ത്തിയിടും ഞാൻ. തിരുനാമ സ്തുതി എൻ്റെ അധരം പാടും. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ. സഹോദരരെ, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുവിന്റെ മതിലുകൾ തകർക്കുകയും ചെയ്യും. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കും. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോട് സമീപസ്ഥരായിരുന്ന ഞങ്ങളോട് അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
വചനം 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 തിരുവചനം വചനം. ആദിയിലുണ്ടായിരുന്നൊരു വചനം, ആകാശം ഭൂമി തീർത്തൊരു വചനം. വചനം 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 തിരുവചനം വചനം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരിക, അല്പം വിശ്രമിക്കുക. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവൻ അനുകമ്പ തോന്നി. കാരണം അവർ ഇടയിലില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ദൈവത്തിന് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 16-ാമത്തെ ഞായറാഴ്ച ദൈവത്തിൻ്റെ വലിയ അനുകമ്പയെക്കുറിച്ച്, കരുണയെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച യേശു തൻ്റെ ദൗത്യവാഹകരായി ശിഷ്യന്മാരെ 2 പേരായി പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അയക്കുന്നതാണ് നാം ധ്യാനിച്ചത്. ഈ ആഴ്ച അവർ തിരിച്ചു വന്ന് തങ്ങൾ പഠിപ്പിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ യേശുവിനോട് സന്തോഷപൂർവ്വം പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർ വചനം പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിച്ചു. സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിവദിക്കുന്നത് കണ്ടു എന്നുമൊക്കെ അവർ വളരെ സന്തോഷത്തോടെ യേശുവിനോട് പറയുമ്പോൾ യേശു അവരെ വിജനമായ സ്ഥലത്തേക്ക് വിശ്രമത്തിനായി ക്ഷണിക്കുകയാണ്. നിങ്ങൾ ക്ഷീണിതരാണ്, നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്. ഇതാണ് യേശുവിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഒരു മനുഷ്യന് എന്താണ് ആവശ്യമുള്ളതെന്ന് പറയാതെ തന്നെ അറിയുന്നു. ശാരീരികമായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ, എന്താണ് ഒരു മനുഷ്യന് ആവശ്യമെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. പറയാതെ അറിയുന്നതാണ് സ്നേഹം, സൗഹൃദം എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നത് വലിക്കുന്ന കാളയ്ക്ക് ഒരു ചാക്ക് അധികം എന്നൊരു തത്വമാണ് പല സമൂഹങ്ങളിലും കുടുംബങ്ങളിലും നിലനിൽക്കുന്നത്. അതായത് ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ, കരുണ കാണിക്കുന്നവർ, അനുകമ്പ കാണിക്കുന്നവർ, അധ്വാനിക്കുന്നവർ വീണ്ടും വീണ്ടും അധ്വാനിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മറ്റു ചിലർ ഒരു തുരുമ്പ് പോലും എടുക്കില്ല. ഒരു ചെറു കൈ സഹായം പോലും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നു. ചെയ്യുന്നവരെ കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥകളൊക്കെ. എന്നാൽ ഇവിടെ യേശു നിങ്ങൾക്ക് ക്ഷീണമുണ്ട്,
നിങ്ങൾക്ക് വിശ്രമം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് ഭക്ഷണം, അവർക്ക് വിശപ്പുണ്ട് എന്ന് മനസ്സിലാക്കി യേശു അവരെ വിജന സ്ഥലത്തേക്ക് വിളിക്കുകയാണ്. ഇങ്ങനെ നമ്മളും ഈ ഒരു മാതൃക സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് കുടുംബത്തിന് വേണ്ടി ഓടുന്നവർ, ഒരുപാട് അധ്വാനിച്ച് തളരുന്നവർ, അവരോടൊക്കെ ഒന്ന് അനുകമ്പ കാണിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഒന്ന്, ക്ഷമയോടെ ഒന്ന് ഇടപഴകി അവർക്കൊരു കൈത്താങ്ങാകാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ ഭാരം ലഘൂകരിക്കാനായിട്ട് കൂടെ വസിക്കുന്ന നമുക്ക് കഴിയണം എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട്, യേശുവും ശിഷ്യന്മാരും വിജന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പായിട്ട് യേശുവിനെ, ശിഷ്യന്മാരെ അറിഞ്ഞ ജനത ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തും. കരയ്ക്കിറങ്ങുന്ന യേശു ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് കാണുന്നത്, ഇടയനില്ലാത്ത ആടുകൾ. യേശുവിന് അവനോട് അനുകമ്പ തോന്നിയത്, ഹൃദയത്തിൽ ഒരു ആർദ്രത, ഒരു കനിവ്, ഒരു നനവ് ഹൃദയത്തിൽ അനുഭവപ്പെട്ടു. ഈ കൊറോണ വൈറസിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ പലർക്കും ശ്വാസം കിട്ടാതെയൊക്കെ മരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള അബനി ബാല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഓക്സിമീറ്റർ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന ആ ചെറിയ തുകയെടുത്ത് അത് വാങ്ങിച്ച് നൽകുകയാണ്. അപ്പോൾ അത് ആ കുഞ്ഞിൻ്റെ അനുകമ്പയാണ്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി അവരോട് താതാത്മ്യപ്പെടാനായിട്ട് ആ കുഞ്ഞു ഹൃദയത്തിന്, അബനി ബാല എന്ന് പറയുന്ന ആ കുട്ടിക്ക് സാധിച്ചു. ഇതിനെയാണ് അനുകമ്പ എന്ന് പറയുന്നത്. നെപ്പോളിയൻ ചക്രവർത്തിയുടെ അടുക്കലേക്ക് ഒരു വലിയ കൊലയാളിയെ കൊണ്ടു അദ്ദേഹത്തെ ശിക്ഷിക്കുമ്പോൾ ആ കൊലയാളിയുടെ അമ്മ ഓടി വന്ന് കണ്ണുനീരോടെ നെപ്പോളിയൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ മകൻ മാത്രമേ ഉള്ളൂ, അവനെ ശിക്ഷിക്കരുത്, അവനെ വിട്ടുതരണമെന്ന്. അപ്പോൾ നെപ്പോളിയൻ ആ അമ്മയോട് ചോദിക്കുന്നു, ഇവൻ ഇത്രയും വലിയ ക്രൂരത കാണിച്ച ഇവന് എങ്ങനെയാണ് നീതി ലഭിക്കുക? ഇവനോട് എങ്ങനെയാണ് കരുണ കാണിക്കുക? അപ്പോൾ ആ അമ്മ നെപ്പോളിയനോട് പറയുകയാണ്, അർഹിക്കാത്തവന് നൽകുന്നതാണല്ലോ കരുണ, അർഹിക്കാത്തവന് നൽകുന്നതാണല്ലോ കരുണ. ഈ ജനം ദൈവത്തെ അന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ജനമാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കും. പക്ഷേ യേശു ക്രിസ്തുവിന് ആ ജനത്തോട് അനുകമ്പ തോന്നി അവരെ പഠിപ്പിച്ചു. അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണും. ഇത് അർഹിക്കാത്തവന് നൽകുന്നതാണ് അനുകമ്പ, ആർദ്രത, കരുണ. യേശു ഈ കരുണ ഈ ജനത്തിന് നൽകുന്നത് തൻ്റെ ശരീരവും രക്തവും ദിവ്യകാരുണ്യമായി നൽകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ അനുകമ്പാദ്രമായ പ്രവൃത്തി യേശു ചെയ്യുന്നത്. അപ്പോൾ അർഹിക്കാത്തവരായ നമുക്കും വച്ചു വിളമ്പുന്ന വിരുന്നാണ് ദിവ്യകാരുണ്യം. ഈ പരിശുദ്ധമായ ബലിയർപ്പിച്ച് ദിവ്യകാരുണ്യനാഥനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന നമുക്കും കരുണയുള്ളവരായിരിക്കാം. കൂടെ ജീവിക്കുന്നവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സഹായം നൽകുന്നവരാകാം, മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുന്നവരാകാം, അനുകമ്പയുള്ളവരായി തീരാം. അതിനുള്ള കൃപ സർവശക്തനായ ദൈവം മക്കളായ നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ജാതനായ ഏകദൈവത്തിന് എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു.
ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തതും പിതാവുമായ സത്യലേഖിതമായി അവിടുന്ന് വഴി സർവവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്നതും പ്രവാചകന്മാരുമായി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ യുഗം വരാനിക യുഗത്തിൽ ചെയ്തതും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. എല്ലാ നന്മകളെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ അപ്പം അങ്ങയുടെ കാരണത്താലാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ ഭോജനമായി തീരുമാനമുള്ള ഈ അപ്പം ഭൂമിയുടെ മനുഷ്യപ്രയത്നത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് കന്യാലി പിതാവ് അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. അബ്രാമിൻ ബലി പോലെ യോഗ്യമായി തീരുവാൻ ഈ ആലയത്തിൻ തിരുനടയിൽ ഒരു പൈതലിൻ നൈർമല്യമലി പോലർപ്പിക്കുന്നു. നിറയുമീ സ്വീകാര്യമാകുവാൻ ചേർത്തണയ്ക്കൂ. ഞങ്ങളുടെ കാരണത്താലാണ് ഞങ്ങൾ ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ പാനീയമായി തീരുമാനമുള്ള ഈ വീഞ്ഞ് മുന്തിരിവള്ളിയുടെ മനുഷ്യപ്രയത്നത്തിന്റെ ഫലമായി ഞങ്ങൾ കനിഞ്ഞ പിതാവേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. പ്രിയ സഹോദരി, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സമസ്തയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഏകബലിയുടെ സമ്പൂർണ്ണതയാൽ പഴയ നിയമത്തിലെ വ്യത്യസ്ത ബലികളെല്ലാം അങ്ങ് പൂർത്തീകരിച്ചുവല്ലോ. അങ്ങേക്ക് പ്രതിഷ്ഠിതരായ ദാസരിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുകയും ആബേലിന്റെ കാണിക്കകൾ പോലെ ഇതിനും അതേ അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണം. അങ്ങനെ അങ്ങേ മഹിമയുടെ സ്തുതിക്കായി അർപ്പിക്കപ്പെടുന്ന ഓരോ ബലി എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യും. രൂപപ്പെട്ട ഈ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുകയും മാത്രമല്ല ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരഗതമാകുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക്
കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങളീയപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു വരുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സുസ്പാക്യം മെത്രാപ്പൊലീത്ത ക്രിസ്തു സഹായ മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിൻ്റെ പ്രത്യാശകൾ ഇതിലൂടെ ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാലത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിച്ച വിശുദ്ധരോടും നിത്യജീവൻ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുക. അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹത്വവും എന്നുമെന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപപ്പെടുത്തരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ വ്യത്യാസം ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരും എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അറിയിച്ച കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിന് പാർന്നു അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണം.
ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ ആത്മാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നു. ദൈവജ്ഞാന വിരുദ്ധന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ വേണ്ടി എനിക്കില്ല. അങ്ങ് ഏൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപ്പടർപ്പിൽ അഭയമേകാനാരുമില്ലാതെ വിവശനായി കേഴുന്നു നാഥ, വിവശനായി കേഴുന്നു നാഥ. കൂട്ടം വിരിഞ്ഞ് ആടിനെ തേടി ഇടയനറിഞ്ഞു പാതകളിൽ. കൂട്ടം വിരിഞ്ഞ് ആടിനെ തേടി ഇടയനറിഞ്ഞു പാതകളിൽ. ഘോരവനത്തിലും താഴ്വരക്കാട്ടിലും ആടിനെ കണ്ടില്ല നല്ലിടയൻ. ഘോരവനത്തിലും താഴ്വരക്കാട്ടിലും ആടിനെ കണ്ടില്ല നല്ലിടയൻ. കൂടുവിട്ടോടിയ ആടിലൊരെണ്ണം മുൾച്ചെടിക്കാട്ടിൽ മുൾപ്പടർപ്പിൽ അഭയമേകാനാരുമില്ലാതെ വിവശനായി കേഴുന്നു നാഥ, വിവശനായി കേഴുന്നു നാഥ. നൂറാടുകൾ ദൂരത്തു പോയിട്ടും കണ്ടെത്തി നാഥൻ പിരിഞ്ഞതിനെ. നൂറാടുകൾ
വിവശനായി കേഴുന്നു നാഥ, വിവശനായി കേഴുന്നു നാഥ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങേ ജനത്തോടു കൂടി ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച ഇവരെ പഴയ ജീവിതശൈലിയിൽ നിന്നും നവജന്മത്തിലേക്ക് കടന്നു വരാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി, അങ്ങേ ആത്മാവോട് കൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സംബന്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സന്തോഷവും സമാധാനവും ഐശ്വര്യം നിറഞ്ഞ ഒരു നല്ല ഞായറാഴ്ച നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നേരുന്നു. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ.